ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. പേൾവൈൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന നമ്മുടെ വളരെ മനോഹരമായ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് അറിയാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ക്ഷണം സ്വീകരിച്ചെത്തിയ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ മീറ്റിംഗ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ഞായറാഴ്ചത്തെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഓരോ വ്യക്തികൾക്കും വളരെയേറെ പ്രോഗ്രാമുകൾ, കല്യാണങ്ങൾ, അതുപോലെ ഒരുപാട് പരിപാടികളുള്ള ദിവസമായിട്ട് പോലും വളരെ ആത്മാർത്ഥതയോടെ നെഞ്ചോട് ചേർത്തവർക്ക് മാത്രമേ ഈ ഒരു സമയത്ത് ഇങ്ങനൊരു കൂട്ടായ്മയിൽ പങ്കുചേരാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നാളെ ഈ ലോകത്തിൻ്റെ അച്ചീവേഴ്സാണ് ഈ മീറ്റിങ്ങുകളിൽ കടന്നു വരുന്ന ഓരോ മനുഷ്യരും. തീർച്ചയായും നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമുക്കൊക്കെ വളരെയേറെ പ്രാധാന്യമുണ്ട്. അത് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഒരു 2 വർഷം മുൻപേ നമ്മുടെ നാട് കേരളം കടന്നുപോയ വല്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടാവും. പ്രളയം ഒരു ഭാഗത്ത്, കോവിഡ് ഒരു ഭാഗത്ത്, നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളൊക്കെ ബന്ധിക്കപ്പെട്ടു. നമുക്ക് മറ്റൊരു മനുഷ്യനോട് ചിരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറി. അപ്പോഴും നാളെ ഒരു പ്രതീക്ഷ നമ്മുടെയൊക്കെ ഉള്ളിൽ തിരികടാതെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരുന്നത്. ആ ഒരു പ്രളയകാലത്ത് അന്നത്തെ ന്യൂസ് പേപ്പറുകളിൽ വന്ന വളരെ മനോഹരമായ ഒരു ചെറിയ ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതൊരു പക്ഷേ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും. പക്ഷേ ഞാൻ വളരെ നന്നായി അതൊന്ന് ശ്രദ്ധിച്ചു. പ്രളയജലം ഇങ്ങനെ കുത്തിയൊഴുകി വരുമ്പോൾ ഒരു തേഞ്ഞു തീരാറായ ചെരുപ്പിന് മുകളിൽ ഒരു കുഞ്ഞു പക്ഷി വറച്ചുകൊണ്ടിങ്ങനെ കരയോടടുക്കുകയാണ്. ആ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളൊക്കെ നമ്മളൊക്കെ ഉപേക്ഷിച്ച് ഒരു മൂലയിൽ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് വെറുതെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ആ ഒഴുകിപ്പോകുന്ന ജലത്തിന് മുകളിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ളൊരു നിയോഗം നമ്മളൊക്കെ മറന്നുപോയ, നമ്മളെ ഒരുപാട് നമ്മുടെ കൂടെ സഞ്ചരിച്ച ആ ഒരു ചെരുപ്പിന് സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും വൈകാരികമായൊരു തലം എന്ന് പറയുന്നത്. തീർച്ചയായും ആ ഒരു ചിത്രം കണ്ടപ്പോൾ ഏതൊരു വസ്തുവും മറ്റൊരു വസ്തുവിനെ സഹായിക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായും മൂളിപ്പാട്ടുകൾ പാടുന്നത് കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന ഒരു ജനതയായി നമ്മൾ മാറി. മൂളിപ്പാട്ടുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിന് വളരെയേറെ നല്ല സുഖമുണ്ടാവണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നല്ല പ്രതീക്ഷകളുണ്ടാവണം. അത്തരത്തിലൊരു മൂളിപ്പാട്ട് കഴിഞ്ഞ ദിവസം സാർ ഈ മീറ്റിങ്ങിന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ വളരെ മനോഹരമായ മൂളിപ്പാട്ട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കേട്ടു. അതൊക്കെയാണ് ഈ പേൾവൈൻ എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വളരെ പ്രത്യേകത എന്ന് പറയുന്നത്. എവിടെയൊക്കെയോ ഉള്ള നമ്മൾ വളരെ സ്നേഹത്തോടെ ഈ ഒരു ദിവസം കൂട്ടായി ഒന്നുചേരും. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാം. 3ാം ലോക രാജ്യമായ ഇന്ത്യയിലെ വളരെ പാവപ്പെട്ട ജനങ്ങൾ മഹാഭൂരിപക്ഷമുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ പേൾവൈൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ മാറ്റങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ വളരെ ചെറിയ നേരം നമ്മൾ ഇതിനോട് ചെറിയൊരു ആത്മാർത്ഥത കാണിച്ചാൽ മതി. അതിന് വലിയ ട്രേഡിങ്ങുകൾ, വലിയ ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റിംഗ്, അതിൻ്റെ എല്ലാ തലങ്ങളിലേക്കും നമ്മൾ ആഴത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള പല ക്ലാസ്സുകളും നമ്മൾ പങ്കെടുത്തിരിക്കാം. ആ ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ ആ മേഖലയിൽ വളരെ ആവശ്യമുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. നമുക്ക് അത് വേണമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വിഷയം. അത്തരം വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മൈസൂർ അശോകൻ സർ നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് കാലമായി ഈ ഒരു മേഖലയിൽ വളരെ സജീവമായി നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്.
നമ്മുടെ പേൾവെയിനെ കുറിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ 95% ശരിയായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധികാരികമായി നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന അറിവല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ ഒരുപാട് സത്യസന്ധതയുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് ചുറ്റുമാണ് ഒരുപക്ഷെ അണിചേർന്നിരിക്കുന്നത്. പല നിർദ്ദേശങ്ങളും പല സഹായങ്ങളും നമ്മൾ അദ്ദേഹത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നത്, വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്നേഹം കൊണ്ട് പോലും. അതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മൈസൂർ അശോകൻ സാറാണ് നമുക്ക് ഇന്ന് ആദ്യത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് പണിക്കർ സാർ, അദ്ദേഹം നമ്മുടെ ഒരുപാട് മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഏറ്റവും വലിയ ടൈറ്റാൻ കമ്പനിയുടെ വളരെ വലിയ പദവി വഹിച്ച ഒരാളാണ്. അത് മാത്രമല്ല, ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി അഡ്വൈസ് തരുന്ന അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും നമുക്കൊരു എനർജി ബൂസ്റ്റാണ്. അദ്ദേഹമാണ് നമുക്ക് രണ്ടാമത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായും ഇവിടെ ചേർന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഞാൻ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ആഴ്ചയിലും ഈ 8:30 മീറ്റിംഗ് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾ ഈ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് വരികയും ജോയിൻ ചെയ്യുകയും ചെയ്യുക. കാരണം നമ്മൾ പഠിച്ചില്ല എങ്കിൽ നമുക്ക് നമ്മുടെ അപ്ലൈനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു ബിസിനസ്സാണ്. നമ്മൾ ഒരു ചെറിയൊരു കട തുടങ്ങിയാൽ പോലും അയൽപക്കത്തുള്ള ആളുകൾ വന്ന് നമ്മളെ അല്പസമയം സഹായിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് പ്രിയപ്പെട്ട ലീഡേഴ്സ്, ഇന്ന് വന്നു ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സെഷൻ കൈകാര്യം ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട മൈസൂർ അശോകൻ സാറിനെ ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സാർ, പ്ലീസ് വെൽക്കം സാർ, പ്ലീസ്. താങ്ക് യു ഷാജി സാർ. വോയിസ് കറക്റ്റ് ആണല്ലോ സാറേ? കറക്റ്റാണ് സാർ, കറക്റ്റാണ് സാർ. ഷാജി സാറ് വളരെ നന്നായിട്ട് എന്നെ പരിചയപ്പെടുത്തി, വളരെ സന്തോഷം. നമ്മൾ ഏകദേശം 10-35 മീറ്റിങ്ങോളം കണ്ണൂർ ടീമിൻ്റെ ഒരു എഫേർട്ട്, നല്ല ഒരു കോൺട്രിബ്യൂഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു വിഷയം, സാറ് എൻ്റെ അടുത്ത് അവതരിപ്പിച്ചൊരു കാര്യം PVC മെറ്റനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും PVC മെറ്റനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. അതിന് മുൻപായിട്ട് എനിക്ക് കുറച്ച് റിക്വസ്റ്റ് ഉണ്ട്. അതായത്, ഞാൻ ഒരു ട്രെയിനറോ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരു പ്രഭാഷണ കലയുള്ള ഒരാളൊന്നും. നമുക്ക് ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളെ, 75ഓളം ആളുകളെ ഞാൻ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തപ്പോൾ, ഇന്ന് വ്യത്യസ്ത മേഖലയിൽ വിവിധ തരം കഴിവുകളുള്ള ആളുകൾ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നോളജ് ബേസിലും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ന് നമ്മൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളും വിദേശത്തിരുന്ന് പോലും ഒരുപാട് ആളുകൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരുടെ അടുത്തും ഞാൻ ഒരു കാര്യം പറയുന്ന, കാരണം ഇതൊരു ഒരിക്കലും ഒരു ട്രെയിനിങ് ആയിട്ടോ ഒരു മോട്ടിവേഷൻ ആയിട്ടോ അങ്ങനെ ഒന്നും എടുക്കാൻ പാടില്ല. നമ്മളൊരു ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ നമ്മൾ പരസ്പരം അറിയുന്ന കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള പാലക്കാട് സുരേഷ് പണിക്കർ സാറാണ് അടുത്ത സെഷൻസ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം ഏത് മേഖലയെ കുറിച്ച് ചോദിച്ചാലും, ഞാൻ നിരന്തരമായിട്ട് അദ്ദേഹത്തെ കമ്മ്യൂണിക്കേഷൻ നിൽക്കുന്ന ഒരാളാണ്. ഏത് മേഖലയെ കുറിച്ച് ചോദിച്ചാലും അദ്ദേഹം അതിൽ എന്തെങ്കിലും പറയാനുള്ള ഒരു പ്രാവണ്യം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമുക്ക് എടുത്തു തന്ന ഗ്രേറ്റ് ലീഡർ, MA 24 ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള രവികുമാർ സാറ്, അങ്ങനെ കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അനിൽ മാത്യു സാറ്, ബെന്നി തോമസ് സാറ്, കഴിഞ്ഞ ആഴ്ച നമുക്ക് എമത്തിസ്റ്റ് റാങ്ക് അച്ചീവ് ചെയ്തിരിക്കുന്ന ഗ്രേറ്റ് ലീഡർ, പിന്നെ അതുപോലെ സുഭാഷ് സാറ്, ഒരുപാട് ചെന്നൈ അശോകൻ സാറ്, അദ്ദേഹം ചെന്നൈയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ മുഴുവൻ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, അനിൽദാസ് സാറ്, അതുപോലെ സുധാകരൻ സാറ്, ശിവദാസ് സാറ്, വത്സൻ സാറ്, സുന്ദരേശ് സാർ, അങ്ങനെ ഒരുപാട് ആളുകൾ, വളരെ പ്രാവണ്യമുള്ള ആളുകൾ ഇരിക്കുന്നതിന്റെ മുമ്പിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ അടുത്തടുത്ത് വീണ്ടും പറയുന്നത്, നിങ്ങളിതൊരു ക്ലാസ് ആയിട്ട് എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് അറിയുന്ന ചില കാര്യങ്ങൾ, എനിക്കറിയുന്ന കാര്യങ്ങൾ, നമ്മളൊരു ചർച്ച എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഇന്നത്തെ സെഷൻ പോകുന്നത്. ആദ്യമായിട്ട്
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയെടുത്തു തന്നെ തുടങ്ങുന്നു. കാരണം നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് പേൾവീൻ എന്ന് പറയുന്ന ഈ വലിയൊരു പ്രസ്ഥാനം ലോകത്ത് എന്തിനാ വന്നത്, ലോകത്ത് എന്തിനാ ഇങ്ങനൊരു സിസ്റ്റം വരാൻ കാരണം, ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യം മുതൽ തമിഴ്നാട്ടിൽ നിന്ന് അതേപോലെ കേരളത്തിന്റെ ആൾക്കാർ കുറവായിരുന്നു, എന്നാൽ കേരളത്തിൽ ലീഡേഴ്സ് അടക്കം 54 പേര് തായ്ലൻഡിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ആ മീറ്റിങ്ങിന്റെ വീഡിയോ കണ്ടവർക്കറിയാം, അതിലന്ന് കുറച്ച് അനൗൺസ്മെന്റ് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കയ്യടി നേടിയ 2-3 അനൗൺസ്മെന്റിൽ ഒന്ന്, ലോകത്തിലൊരു ബാങ്ക് എന്ന നിലയിലേക്ക് ഈ സിസ്റ്റം വരാൻ പോകുന്നു, ലോകത്തിലെ ഗൂഗിള് പോലെ ഒരു സെർച്ച് എഞ്ചിൻ വരാൻ പോകുന്നു, അങ്ങനെ നിരവധി കാര്യങ്ങളെന്ന് പറഞ്ഞു. ഇതിനെല്ലാം ബേസ് ചെയ്ത് നമ്മൾ സാധാരണ കോമൺ ആയിട്ടുള്ള ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇത് ലോകത്തിലെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കാൻ വേണ്ടി വരുന്ന ഒരു ഡിജിറ്റൽ റെവല്യൂഷനാണ് പേൾവെയിലൂടെ ഈ സിസ്റ്റം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം 3.5 വർഷമായിട്ട് ഈ സിസ്റ്റം അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ യുണീക്കായിട്ടുള്ള, വളരെ എത്തിക്സും പ്രിൻസിപ്പിളും ഉള്ള ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സത്യസന്ധമായി ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു സിസ്റ്റമിലാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. ഭാഗ്യവശാല് എന്താ പറയണ്ടേ, നമ്മൾ ഇന്ന് ഈ 81 പേര് ഇതിലിരിക്കുന്ന ആളുകൾ, ഈ സിസ്റ്റത്തിനെ മനസ്സിലാക്കിയ ആളുകൾ, പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യം ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഈ സിസ്റ്റം അത്ര ബൃഹത്തായത്, എത്ര വലിയൊരു സിസ്റ്റമാണ്. കുറെ ആൾക്കാർ ചോദിക്കുന്നത് എന്തുകൊണ്ട് പേൾവെൻ മറ്റുള്ള MLM അതുപോലെ ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലും ഡിഫറെന്റ് ആയിട്ടൊരു സിസ്റ്റമാണ് എന്ന് നമ്മൾ പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഈ സിസ്റ്റത്തില് അവർ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മൂലധനം നമുക്ക് മറ്റുള്ള ഒരു മേഖലയില്ല ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയോ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്നെ സംബന്ധിച്ച് ഞാൻ അതിൽ ഇഷ്ടപ്പെടാൻ കാരണം, ഞാൻ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുമ്പോട്ട് പോകാനും ഈ സിസ്റ്റത്തിനെ സ്നേഹിക്കാനും കാരണം, ഈ സിസ്റ്റത്തിൽ അവര് നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. ജസ്റ്റ് ഒരു കാര്യം പറയാൻ, നമുക്കറിയാം 2018 പേൾവെൻ ഇന്റർനാഷണൽ വന്ന സമയത്ത് അതിന്റെ വെബ്സൈറ്റ് ആദ്യം പുറത്തുവിട്ടപ്പോൾ അതിൽ അവർ പറഞ്ഞിരിക്കുന്നു, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡോളറിന് സമാനമായ ഡിജിറ്റൽ പോയിന്റ് ഉള്ള ലോകത്തിലെ ഒരേ ഒരു കറൻസി അല്ലെങ്കിൽ ഒരേ ഒരു ഡിജിറ്റൽ പോയിന്റ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ചെക്ക് ചെയ്ത സമയത്ത് അതിനകത്ത് അവര് പറഞ്ഞിരിക്കുന്ന കാര്യം, $100 ബില്യൺ നമ്മള് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. $100 ബില്യൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 7.5 ലക്ഷം കോടി രൂപ വരും. 2018 7.5 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ അന്ന് അത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ ബിസിനസ്മാൻ, അന്ന് ബ്ലൂംബർഗ് അതുപോലെ ഫോക് മാഗസിന്റെ കണക്ക് പ്രകാരം 2015 നമ്മളൊക്കെ പറയുന്ന മുകേഷ് അംബാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ടോട്ടൽ അസറ്റ് പറഞ്ഞാൽ എല്ലാം കൂട്ടിയത്, അദ്ദേഹത്തിന് എന്തൊക്കെയുണ്ട് അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ബ്ലൂംബർഗും ഫോക്സും പുറത്തുവിട്ടത് 7 ലക്ഷം കോടിയാണ്. അപ്പൊ 7 ലക്ഷം കോടി സിസ്റ്റത്തിലെ ആദ്യത്തെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് 7 ലക്ഷം കോടി, 50,000 കോടി മുകേഷ് അംബാനിയുടെ ആസ്തിയേക്കാൾ കൂടുതൽ. അപ്പൊ നമുക്കറിയാം, ഇത് സാധാരണ സിസ്റ്റം ഇല്ല. അത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഇന്ത്യയിൽ അങ്ങനെ വേറെ ആളുകളില്ല. ആ സമയത്ത് എന്റെ കുറെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് തമിഴ്നാട്ടിൽ എവിടെ നടക്കുന്ന ബിസിനസ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സിസ്റ്റം ഒന്ന് പരിശോധിക്കും, കേരളത്തിൽ അല്ലെങ്കിൽ ബോംബെയിൽ നടക്കുന്ന അല്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ സിസ്റ്റം പരിശോധിക്കുക പറഞ്ഞു. അങ്ങനെ കൂടുതൽ അവരൊക്കെ പഠിക്കാൻ വേണ്ടി ഞാൻ പഠിക്കാനും കൂടി കൂടുതൽ ഡെപ്തിലേക്ക് ഞാൻ പോകാൻ തുടങ്ങി. കാരണം ഇങ്ങനെ കംപ്ലൈന്റ് വരുമ്പോഴാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങി. പിന്നീട് അവർ പറഞ്ഞാൽ അറിയോ, അത് അവർ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ DPക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. 150 രാജ്യങ്ങളെ ഗവൺമെന്റിനെ ശരിക്കും വെല്ലുവിളിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ DPയെ കുറിച്ച് എക്സ്റ്റേണൽ ആയിട്ടും അതേപോലെ ഇന്റേണൽ ആയിട്ട് ഓഡിറ്റ് നടത്താൻ ഞങ്ങൾ തയ്യാർ, നിങ്ങൾ നടത്തിക്കോളൂ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അവസരം തരാൻ പറ്റും.
മാത്രമല്ല അവർ ഓഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മളുടെ ഈ ഒരു DPക്ക്, നമ്മൾ ഈ കാണുന്ന DP പല പല കഷ്ണങ്ങളാണെന്നും, അതായത് 100 രൂപ എന്ന് നോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100ന്റെ 1 രൂപ നോട്ട് പോലെ ഒരു DP പല കഷ്ണങ്ങളായിട്ടുള്ള ഒന്നാണെന്നും, അതിനൊക്കെ സ്വന്തമായിട്ട് നമ്പർ, നമ്മൾ നോട്ടിലുള്ള പോലെ ഓരോ നമ്പറും അതിന് ബാർ കോഡ് ഉണ്ടെന്ന് കാര്യം മനസ്സിലായി. അതോടുകൂടി കാര്യങ്ങൾ കുറച്ചും കൂടി സുഖകരമായി ആളുകൾ ഇതിനെ സ്വീകരിക്കാൻ തുടങ്ങി. നമുക്കറിയാം, കേരളത്തിൽ അന്നത്തെ ഏറ്റവും വലിയ പണക്കാരനായിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്, അന്ന് ഇതേപോലെ ബ്ലൂംബർഗിൽ കേരളത്തിലെയും ഒരു വലിയൊരു സമ്പന്നന്റെ 2-3 സമ്പന്നന്മാരെ അന്ന് പുറത്തു വിട്ടിരുന്നു കേരളത്തിൽ 2018. നമുക്കറിയാം, അത് അവരുടെ ഏറ്റവും ഉയർന്ന നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ 30,000 കോടിക്ക് താഴെയായിരുന്നു. അന്ന് കേരളത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സന്റെ നെറ്റ്വർക്ക് 30,000 കോടിക്ക് താഴെയായിരുന്നു. ആ സമയത്താണ് അതിന്റെ 25 ഇരട്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് സാറേ നമ്മൾ ഓരോരാളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്, ഒരു സൊസൈറ്റിയാണ്, ഒരു സീക്രട്ട് സൊസൈറ്റിയാണ് നമ്മൾ പറയാൻ കാരണം ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതാണ് നമുക്ക് അത്രയും ഒരു വലിയൊരു സൊസൈറ്റി ഇതിന്റെ പിന്നിൽ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് പേൾവിൻ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ വീണ്ടും പറയുന്നു, ലോകത്തിലുള്ള മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുടെ നിയന്ത്രണം ഈ സിസ്റ്റത്തിന് അകത്ത് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമാണ്. കാരണം കംപ്ലീറ്റ് ഡിജിറ്റലായിട്ട് മാറാൻ പോകുന്നു, ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഡിജിറ്റലിലേക്ക് അവർ മൊത്തമായിട്ട് മാറേണ്ടിയിരിക്കുന്നു, ലോകത്തിനെ കംപ്ലീറ്റ് മാറ്റേണ്ടിയിരിക്കുന്നു. അതിന് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഇത്രയും ബൃഹത്തായ ഒരു പ്രസ്ഥാനമായി 150 രാജ്യത്ത് പടർന്ന് പന്തലിച്ച് നമുക്ക് എത്തിയിരിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നതും നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുന്നതും. അപ്പൊ ഞാൻ പറഞ്ഞതിന് എന്തിനു വേണ്ടിയിരുന്നു? അപ്പോ ഒരു ബിസിനസ്, ലോകത്തിലുള്ള ഏത് വലിയ ബിസിനസ് ആയാലും നമുക്കറിയാം, ലോകത്തുള്ള ഏറ്റവും വലിയ ബിസിനസ്സുകൾ പരിശോധിച്ചാൽ നമുക്കറിയുന്ന ഒരു കാര്യം, ഈ ബിസിനസ് ഒക്കെ എന്തോ ഒരു വലിയ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്ന ഒരു സർവീസോ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അവർ സെയിൽസ് ആക്കുക. ലോകത്തിൽ വന്നിരിക്കുന്ന ഏത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയാലും ആ കമ്പനി ഒരു സിസ്റ്റം ചെയ്യുന്നത് നിലവിൽ മാർക്കറ്റിൽ വിപണിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഈസിയായി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ ഒരു സർവീസോ ഒരു പ്രൊഡക്റ്റോ വന്നു കഴിഞ്ഞാൽ 100% ആളുകൾ അതിനെ സ്വീകരിക്കാൻ തുടങ്ങും. നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാലത്ത് നമ്മളെ വീട്ടമ്മമാര് നമ്മളെ വീട്ടിൽ കറി മസാലകൾ, കറി പൗഡറുകൾ എങ്ങനെ ഉണ്ടാക്കിയത് ആലോചിക്കോ. നമ്മുടെ വീടുകളിൽ എല്ലാവരും ധാന്യങ്ങൾ കൃഷി ചെയ്ത് കൊണ്ടുവന്ന് അത് ഉണക്കി പൊടിച്ച് അത് സൂക്ഷിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നടത്താനുള്ള അത്രയും ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടി റെഡിമെയ്ഡ് അന്നില്ല. ഉടനെ എന്ത് ചെയ്തു? ചില ആളുകൾ, ചില പ്രസ്ഥാനങ്ങൾ നമ്മൾക്ക് കറി മസാലയും കറി പൗഡറുകൾ ഉണ്ടാക്കി തന്നു. ഉടനെ എല്ലാവരും എന്തായി? ഇന്ന് കറി പൗഡറുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലേക്ക്. അതുപോലെ നമ്മൾ പശുവിനെ നമ്മൾ വളർത്തി പുല്ല് കൊടുത്ത് അതിനെ കറന്ന് അത് പാലാക്കി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനും കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് ഈസിയാക്കി സിമ്പിളാക്കിയിട്ട് നമുക്ക് തന്നു. നമുക്ക് പാക്കറ്റ് മിൽക്ക് നമുക്ക് കിട്ടാൻ അവൈലബിൾ ആയി, ആളുകൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയാണ് വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത്. നമ്മളിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റികളും പ്രസ്ഥാനങ്ങളും അവർ ലോകത്തിന്റെ മൊത്തം വലിയ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക, റിസർച്ച് ചെയ്യും, അതിനൊരു പരിഹാരം കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്.